നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം സൂപ്പർ താരങ്ങൾ നിറഞ്ഞാടി. റയൽ മാഡ്രിഡ് ആർബി സാൽസ്ബർഗിനെ തകർത്തു. നിർണായക പോരാട്ടമായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. വിജയത്തോടുകൂടി പ്ലേ ഓഫ് കളിക്കുമെന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ടോപ്പ് 8 എന്നുള്ളത് ഓൾമോസ്റ്റ് അസാധ്യമാണ്. ഇത് ഇന്നലെയും ആഞ്ചലോട്ടി പറയുകയുണ്ടായി. അടുത്ത കളി ഞങ്ങൾ വിജയിക്കും, ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ നോക്കുക, ആർബി സാൽസ്ബർഗിനെതിരെ എന്തൊരു പ്രകടനമാണ് റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റത്തിനെ കാഴ്ചവെച്ചത്. റോഡ്രിഗോക്ക് ഇരട്ട ഗോളുകൾ, വിനി ജൂനിയർക്ക് ഇരട്ട ഗോളുകൾ, ജൂഡ് ബെല്ലിംഗാമിന് ഇരട്ട അസിസ്റ്റുകൾ, കിലിൻ എംബാപ്പയ്ക്ക് ഗോൾ. അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു പ്രകടനമാണ് റയലിന്റെ ഫ്രണ്ട് ഫോർ ഇന്നലെ നടത്തിയിട്ടുള്ളത്. മധ്യനിരയിലെ മോഡ്രിച്ച് അടക്കമുള്ളവർ നടത്തിയ പ്രകടനവും കാണാതെ പോകരുത്. 5-1 വമ്പൻ വിജയമാണ് റയൽ മാഡ്രിഡ് ആർബി സാൽസ്ബർഗിന് മേൽ നിർണായക മത്സരത്തിൽ നേടിയിരിക്കുന്നത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോഡ്രിഗോ, കിലിൻ എംബാപ്പെ, വിനി ജൂനിയർ എന്നിവരെ ഒരുമിച്ചാണ് ഇറക്കിയത്. മധ്യനിരയിൽ മോഡ്രിച്ചും സെബയോസും ബെല്ലിംഗാമും ഒരുമിച്ചിറങ്ങുകയുണ്ടായി. കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. 34-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയുടെ രണ്ടാമത്തെ ഗോളും പിറക്കുന്നു. കിടിലൻ ഒരു അസിസ്റ്റ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ. അങ്ങനെ അദ്ദേഹം ബ്രേസ് പൂർത്തിയാക്കുന്നു. ഇടവേള സമയത്ത് റയൽ മാഡ്രിഡ് 2-0 മുന്നിലായിരുന്നു. എംബാപ്പ ഇപ്പോൾ മിന്നും ഫോമിലാണല്ലോ. കളിക്കുന്ന കളികളിലൊക്കെ ഗോൾ വരുന്നു. അത് തുടർന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കിലിൻ എംബാപ്പയുടെ ഗോൾ റയൽ കളി പിടിച്ചു കഴിഞ്ഞു എന്നർത്ഥം. 55-ാമത്തെ മിനിറ്റിലും 77-ാമത്തെ മിനിറ്റിലും വിനി ജൂനിയർ കൂടി ഗോൾ അടിച്ചതോടെ റയൽ മാഡ്രിഡ് വിജയം ഉറപ്പാക്കിയിരുന്നു. കളിയുടെ 85-ാമത്തെ മിനിറ്റിൽ മിഡ്സ്ട്രോപ്പിലൂടെ ഒരു ഗോൾ ആർബി സാൽസ്ബർഗ് മടക്കിയടിച്ചെങ്കിലും അതുകൊണ്ട് ഒന്നുമാകുമായിരുന്നില്ല. ഈ വിജയത്തോടുകൂടി റയൽ മാഡ്രിഡ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ 16-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 7 കളികളിൽ നിന്ന് 12 പോയിന്റാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഏതായാലും ടോപ്പ് 8 എന്നുള്ളത് ബയർ ലെവർക്യൂസന് 7 കളികളിൽ നിന്ന് 13 പോയിന്റാണുള്ളത്. ടോപ്പ് 8 ഇപ്പോഴും സാധ്യമാണ്. ആഞ്ചലോട്ടി ഇമ്പോസിബിൾ എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും സാധ്യമാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. റയൽ മാഡ്രിഡ് എന്തായാലും സുപ്രധാന മത്സരങ്ങൾ വരുമ്പോൾ അവരുടെ മികവ് കാണിക്കുന്നത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.